പ്രിയപ്പെട്ടവരെ, മൈമെൻറ്റർ പി എസ് സി ആപ്പിലേക്ക് സ്വാഗതം. ഈ വർഷം നടന്ന പി എസ് സി പരീക്ഷകളിലെല്ലാം തന്നെ കറണ്ട് അഫയേഴ്സിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കായിരുന്നു G20 സബ്മിറ്റ്. എടുത്തു പറഞ്ഞാൽ G20 സബ്മിറ്റ് 2023. എന്തുകൊണ്ടാണ് 2023 നടന്ന, അതായത് കഴിഞ്ഞ വർഷം നടന്ന G20 സബ്മിറ്റിന് ഇത്രയേറെ പ്രാധാന്യം? അതിന് കാരണം ഇന്ത്യയിൽ വെച്ച് നടന്ന ആദ്യത്തെ G20 സബ്മിറ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷം നടന്നത്. ഇന്ത്യ അധ്യക്ഷത വഹിച്ച ആദ്യത്തെ G20 സബ്മിറ്റ് ആയിരുന്നു G20 2023. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനി വരുന്ന പരീക്ഷകളിലും G20 സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ ഈ വർഷം G20 സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അതുകൂടാതെ തന്നെ ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്കായുള്ള റിലേറ്റഡ് ഫാക്ട്സും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കാണാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, നമ്മളിപ്പോൾ ചോദ്യങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്, അതിന് മുമ്പായിട്ട് G20 ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഒരുപാട് ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഈ G20 സബ്മിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് G20? G20 എന്നാൽ ഗ്രൂപ്പ് ഓഫ് 20 എന്നാണ്, അല്ലേ? 20 അംഗങ്ങളുടെ ഗ്രൂപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ G20 എന്ന് പറയുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നത് 20 രാജ്യങ്ങളുടെ ഗ്രൂപ്പ് എന്നാണ്, അല്ലേ? ചിലരൊക്കെ 20 രാജ്യങ്ങളുടെ ഗ്രൂപ്പ് എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഈ 20 എന്ന് പറയുന്നത് 19 രാജ്യങ്ങൾ പ്ലസ് യൂറോപ്യൻ യൂണിയൻ ആണ്. 19 രാജ്യങ്ങൾ പ്ലസ് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയനിൽ 27 രാജ്യങ്ങളുണ്ട്. 27 രാജ്യങ്ങളുടെ, യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ 19 പ്ലസ് യൂറോപ്യൻ യൂണിയൻ. അതുകൂടാതെ തന്നെ കഴിഞ്ഞ വർഷം നടന്ന G20യിൽ ആഫ്രിക്കൻ യൂണിയനെ കൂടി ഉൾപ്പെടുത്താനായിട്ടുള്ള തീരുമാനമായിട്ടുണ്ട്. ആഫ്രിക്കൻ യൂണിയനിൽ 55 രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇനി മുതൽ G20 എന്ന് പറയുന്നത് G21 എന്ന് ഒഫീഷ്യലി അറിയപ്പെടും. ഓക്കെ, അപ്പോൾ ആഫ്രിക്കൻ യൂണിയനെ കൂടെ ഉൾപ്പെടുത്താനായിട്ട് മുൻകൈ എടുത്ത രാജ്യങ്ങളിൽ പ്രധാനി ഇന്ത്യ തന്നെയായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി മറ്റൊരു കാര്യം, ഈ G20 സബ്മിറ്റ് എന്ന് പറയുന്ന എല്ലാ വർഷവും നടക്കുന്നതാണ്. അതുകൂടാതെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ വെച്ച് നടന്നപ്പോൾ തന്നെ ഇന്ത്യയിലെ 60 നഗരങ്ങളിലായിട്ട് 227 സമ്മേളനങ്ങളാണ് നടന്നത്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് റിലേറ്റഡ് ഫാക്ട്സിൽ കാണാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ചോദ്യങ്ങളിലേക്ക് പോകാം. അതായത് 2024 ഈ വർഷം G20 സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇവിടെ 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ G20യുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ, G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. അത് ശരിയാണ്. ബി, G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. അത് ശരിയാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സി, 1998 G20 രൂപീകരിക്കപ്പെട്ടത്. അത് തെറ്റാണ്. G20 രൂപീകരിക്കപ്പെട്ടത് 1999 അതാണ് കറക്റ്റ്. 1999 G20 രൂപീകരിച്ചത്. അപ്പോൾ ഓപ്ഷൻ സി തെറ്റാണ്, തെറ്റായ പ്രസ്താവനയാണ്. ഡി, എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഓപ്ഷൻ ബി നോക്കിയാൽ G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര സമ്മേളനത്തിന് ഒരു സ്ഥിരമായിട്ടുള്ള സെക്രട്ടേറിയറ്റോ ഹെഡ്ക്വാർട്ടേഴ്സോ ഇല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് സുഗമമായിട്ട് നടത്തുന്നത്? G20 നടത്തുന്നത് ട്രോയിക എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ്. ട്രോയിക, ഈ ട്രോയിക എന്നത് ഇപ്പോൾ റഷ്യയിൽ പണ്ടുണ്ടായിരുന്ന ഒരു കുതിരവണ്ടിയാണ്. 3 കുതിരകൾ ചേർന്ന് വലിക്കുന്ന കുതിരവണ്ടി, 3 കുതിരകളുള്ള കുതിരവണ്ടി. അപ്പോൾ അത് പറയുന്ന പോലെ തന്നെ 3 രാജ്യങ്ങളുടെ ഗ്രൂപ്പാണ് ട്രോയിക എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 രാജ്യങ്ങളാണ് G20 സബ്മിറ്റ് സുഗമമായിട്ട് നടത്തുന്നത്. അല്ല, അതിൻ്റെ ഉത്തരവാദിത്വം ഈ 3 രാജ്യങ്ങൾക്കാണ്. ഈ 3 രാജ്യങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ആ രാജ്യങ്ങളെന്ന് പറയുന്നത് ഈ വർഷം അധ്യക്ഷത വഹിക്കുന്ന രാജ്യം, G20 സബ്മിറ്റ് ഈ വർഷം നടത്തുന്ന രാജ്യം, കഴിഞ്ഞ വർഷം നടത്തിയ രാജ്യം, അടുത്ത വർഷം നടത്താൻ പോകുന്ന രാജ്യം, ഈ 3 രാജ്യങ്ങളുടെ ഗ്രൂപ്പാണ് ട്രോയിക എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷത്തെ ട്രോയിക ആരൊക്കെയാണ്? ഈ വർഷം നടക്കാൻ പോകുന്നത് ബ്രസീലിലാണ് കേട്ടോ. ഈ വർഷം G20 സബ്മിറ്റ് നടക്കാൻ പോകുന്നത് ബ്രസീലിലാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നടത്തിയ രാജ്യം ഏതാണ്? 2023 ഇന്ത്യയാണ്, അല്ലേ? അടുത്ത വർഷം 2025 നടത്താൻ പോകുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്, സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പോൾ നിലവിലെ ട്രോയികയിൽ അംഗങ്ങൾ ഇന്ത്യ, കഴിഞ്ഞ വർഷം നടത്തിയ രാജ്യമായ ഇന്ത്യ, ഈ വർഷം നടത്താൻ പോകുന്ന ബ്രസീൽ, അടുത്ത വർഷം നടത്താൻ പോകുന്ന ദക്ഷിണാഫ്രിക്ക. ഓക്കെ, അപ്പോൾ ട്രോയിക എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ഇപ്പം പറഞ്ഞതേ ഉള്ളൂ അല്ലേ? ഈ വർഷം നടക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ് കേട്ടോ. കൃത്യമായിട്ടുള്ള ഉത്തരം ബ്രസീലാണ്.
ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്ത് നിന്നാണ്? ഓക്കെ, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, തെക്കേ അമേരിക്ക. ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യ ഏത് രാജ്യത്തിൽ നിന്നാണ് അധ്യക്ഷ പദവി ഏറ്റെടുത്തത്? അതായത് ഇന്ത്യക്ക് മുമ്പ് ഇത് നടന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? രാജ്യത്ത് വെച്ച് എന്നല്ല ചോദിച്ചിരിക്കുന്നത്, ഏത് വൻകരയിലുള്ള രാജ്യത്ത് വെച്ചാണ്. അപ്പോൾ നമുക്ക് ഏത് രാജ്യമാണെന്ന് അറിയണമല്ലോ അല്ലേ? അപ്പോൾ 2022 ഇന്ത്യക്ക് മുമ്പ് നടത്തിയത് ഇന്തോനേഷ്യയിൽ വെച്ചാണ്. ഇന്തോനേഷ്യ ഏത് വൻകരയിലാണ് വരുന്നത്? ഏഷ്യയിലാണ്. ഓക്കെ, അപ്പോൾ 2022 ഇന്ത്യക്ക് മുമ്പ് നടന്നത് ഇന്തോനേഷ്യയിൽ വെച്ചാണ്. ഇന്തോനേഷ്യ വരുന്നത് ഏഷ്യൻ വൻകരയിലാണ്. അടുത്ത ചോദ്യം. 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ താഴെ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് 2023 ഇന്ത്യയിൽ വെച്ച് നടന്ന G20യുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന് നോക്കാം. G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത്. G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത്. അത് ശരിയാണ് കേട്ടോ. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഒരു പുതിയ ഫാക്റ്റാണ്. എന്താണ്? G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇന്ത്യയിൽ വെച്ച് നടന്നത്. ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. അതും ശരിയാണ്. ന്യൂഡൽഹിയിൽ വെച്ചാണ് ഈ ഉച്ചകോടി നടന്നത്. അടുത്തത്, ഇന്ത്യയിൽ നടക്കുന്ന 2ാമത്തെ ഉച്ചകോടിയാണിത്. അത് തെറ്റാണ് കേട്ടോ. അത് തെറ്റാണ്. ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന 2ാമത്തെ ഉച്ചകോടിയാണിത് എന്നുള്ളത് തെറ്റാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഉച്ചകോടിയുടെ 2023 നടന്ന ഉച്ചകോടിയുടെ പ്രാധാന്യം തന്നെ എന്താണ്? ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ ഉച്ചകോടിയാണ് 2023 നടന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? 1ഉം 2ഉം. അപ്പോൾ ഓപ്ഷൻ സി അല്ലേ? ഓൺലി 1 and 2. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. G20 ഉച്ചകോടി 2023 ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത്? ഓക്കെ, അപ്പോൾ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ശരിയെന്ന് നോക്കാം. ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു, ശരിയാണ് അല്ലേ? ന്യൂഡൽഹിയിൽ വെച്ച് തന്നെയാണ് നടന്നത്. ശ്രീ നരേന്ദ്രമോദി ചെയർമാൻ ആയിരുന്നു, ശരിയാണ്. നരേന്ദ്രമോദി നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, G20യുടെ ചെയർമാൻ. വസുദൈവ കുടുംബകം മുദ്രാവാക്യം ആയിരുന്നു. G20 ഉച്ചകോടിയുടെ മുദ്രാവാക്യം, സ്ലോഗൻ എന്ന് പറയുന്നത് വസുദൈവ കുടുംബകം തന്നെയായിരുന്നു. അതും ശരിയാണ്, പഠിച്ചു വയ്ക്കുക. 18ാമത്തെ ഉച്ചകോടിയായിരുന്നു, അതും ശരിയാണ്. ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. നരേന്ദ്രമോദി ആയിരുന്നു ചെയർമാൻ. വസുദൈവ കുടുംബകം ആയിരുന്നു അതിൻ്റെ മുദ്രാവാക്യം. 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇന്ത്യയിൽ വെച്ച് നടന്നത്. G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. അപ്പോൾ എല്ലാ ഓപ്ഷൻസും അല്ലെങ്കിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ എന്താണ്? എല്ലാം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. എല്ലാം 1ഉം 2ഉം 3ഉം 4ഉം ശരിയാണ്. ഓക്കെ, അടുത്തത് 6ാമത്തെ ചോദ്യം. 2023 മാർച്ച് 30 2ാം G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം. ഇത് ഇപ്പോൾ 2ാം G20 ഉച്ചകോടി എന്ന് പറയുന്നത് തെറ്റാണ്. അത് ക്വസ്റ്റ്യൻ അതുപോലെ എടുത്തതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ വന്നൊരു ചെറിയൊരു പിഴവാണ്. ഇവിടെ ചോദിച്ചത് 2023 G20 ഉച്ചകോടിയുടെ 2ാം ഷെർപ്പ സമ്മേളനം നടന്ന കേരളത്തിലെ സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. അത് കുമരകമാണ് കേട്ടോ. അത് കുമരകമാണ്. നടന്നത് മാർച്ച് 30. 2023 മാർച്ച് 30 2ാം ഷെർപ്പ സമ്മേളനം നടന്ന സ്ഥലം കേരളത്തിലെ കുമരകമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് കേരളത്തിൽ വെച്ച് നടന്നുകൊണ്ട് തന്നെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രാധാന്യം ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം. 2023 G20 ഉച്ചകോടി ഒഫീഷ്യൽ മീറ്റിംഗ് നടന്നത് കേരളത്തിലെ ഏത് സ്ഥലത്താണ്? അതിൻ്റെ ഉത്തരവും കുമരകം തന്നെയാണ്. കോവളം, മൂന്നാർ, മലമ്പുഴയെ കൊടുത്തിട്ടുണ്ട്, അവിടെയൊന്നുമല്ല, കുമരകത്ത് വെച്ച് തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? അപ്പോൾ താഴെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, 4 ലക്ഷ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിലേതാണ് G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത്? എ, ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക. അത് ശരിയാണ്, പെടുന്നുണ്ട്. രാജ്യാന്തര വ്യാപാരത്തിൻ്റെ 75% ഉൽപ്പാദനം. അത് തെറ്റാണ് കേട്ടോ, അത് പെടുന്നില്ല. രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക. ശരിയാണ്. രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളിലെ നവീകരണം. ഇതിനൊക്കെ വേണ്ടിയാണ് G20 സമ്മേളനങ്ങൾ തന്നെ നടത്തുന്നത്, അല്ലെ G20 ഉച്ചകോടി തന്നെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ലക്ഷ്യങ്ങളിൽ പെടാത്തത് രാജ്യാന്തര വ്യാപാരത്തിൻ്റെ 75% ഉൽപ്പാദനം. അത് ലക്ഷ്യങ്ങളിൽ പെടുന്നില്ല. ഓക്കെ, അടുത്ത 9ാമത്തെ ചോദ്യം. 2021 G20 രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം. 2021 ആണ് കേട്ടോ, 2023 അല്ല. 2021 നടന്ന G20 ഉച്ചകോടിയിൽ
സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം. വിവിധ രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം റോമാണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. റോമാണ്. റോമിൽ വെച്ചാണ് നടന്നത്. അങ്ങനെയാണെങ്കിൽ റോം എവിടെയാണ്? ഏത് രാജ്യത്താണ് റോം സ്ഥിതി ചെയ്യുന്നത്? ഇറ്റലിയിലാണ് അല്ലേ? അപ്പോൾ 2021 നടന്നത് ഇറ്റലിയിൽ വെച്ചാണ്. G20 സമ്മേളനങ്ങൾ നടന്നത് ഇറ്റലിയിൽ വെച്ചാണ് 2021. 22 ഇന്തോനേഷ്യ, 23 ഇന്ത്യ, അടുത്ത വർഷം ദക്ഷിണാഫ്രിക്ക, അത് കഴിഞ്ഞിട്ട് അമേരിക്ക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ, ഇപ്പോൾ 9 ചോദ്യങ്ങളാണ് ഈ വർഷം ഇതുവരെ G20 ആയി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിൽ വന്ന ചോദ്യങ്ങൾ, കറണ്ട് അഫയേഴ്സിലും GK യിലുമായിട്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. ഇനി വരാൻ സാധ്യതയുള്ള, അതായത് G20 പ്രധാന ഫാക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ നമുക്കൊന്ന് നോക്കാം G20 ആയിട്ട് ബന്ധപ്പെട്ട്. 2021 G20 സമ്മേളനത്തിൻ്റെ പ്രമേയം നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റനിൽ കണ്ടതാണ്. വസുദൈവ കുടുംബകം, അതാണ് പ്രമേയം. വസുദൈവ കുടുംബകം, അത് അർത്ഥം ചെയ്യുന്നത് ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. 1 എർത്ത്, 1 ഫാമിലി, 1 ഫ്യൂച്ചർ. വസുദൈവ കുടുംബകമാണ് G20 2023 മുദ്രാവാക്യം. ഇനി അടുത്തത് G20 2023 ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ വെച്ച് നടന്ന G20 ലോഗോയാണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയിൽ ഭൂമിയെ സംയോജിപ്പിച്ച് നിർത്തിയിരിക്കുന്ന തരത്തിലാണ് ലോഗോ. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയിൽ ഭൂമിയെ സംയോജിപ്പിച്ച് നിർത്തിയിരിക്കുന്ന രീതിയിലാണ് ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ലോഗോയിലെ നിറങ്ങൾ, ലോഗോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിറങ്ങൾ: കുങ്കുമം, വെള്ള, പച്ച, നീല. കുങ്കുമം, വെള്ള, പച്ച, നീല. അടുത്തത് G20 ലോഗോയ്ക്ക് താഴെ ദേവനാഗരി ലിപിയിൽ ഭാരത് എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഭാരത് എന്ന് എഴുതിയിട്ടുണ്ട്. അത് എഴുതിയിരിക്കുന്ന ഫോണ്ടാണ്. ലിപി എന്ന് പറയുന്നത് ദേവനാഗരി ലിപിയാണ്. ഓക്കെ, അപ്പോൾ അത് ലോഗോവുമായിട്ട് അല്ലെങ്കിൽ തീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തത് ആകെ നടന്ന സമ്മേളനങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആകെ നടന്ന സമ്മേളനങ്ങൾ എത്രയാണ്? 227 സമ്മേളനങ്ങൾ നടന്നു 60 നഗരങ്ങളിലായി. ഇന്ത്യയിലെ 60 നഗരങ്ങളിലായി. ഈ 60 നഗരങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങളും അതുപോലെ 8 യൂണിയൻ ടെറിട്ടറീസിലും ഇത് നടന്നു. ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങളിലെ 8 യൂണിയൻ ടെറിട്ടറികളിലുമായിട്ട് 60ഓളം നഗരങ്ങളിലായിട്ട് 227 സമ്മേളനങ്ങളാണ് നടന്നത്. അടുത്തത് ഇന്ത്യയുടെ G20 സെക്രട്ടേറിയറ്റ് പ്രവർത്തിച്ചിരുന്നത്. ഇന്ത്യയുടെ G20 സെക്രട്ടേറിയറ്റ്, അതായത് ഇന്ത്യയിൽ വെച്ച് നടന്നപ്പോൾ ഒരു ആസ്ഥാനമുണ്ടല്ലോ, ഈ സമ്മേളനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും ഏകോപിപ്പിക്കാനായിട്ട് ഒരു ആസ്ഥാനമുണ്ടല്ലോ, അത് സുഷമ സ്വരാജ് ഭവനാണ്. സുഷമ സ്വരാജ്. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് G20ക്ക് ആഗോളതലത്തിൽ ഒരു സെക്രട്ടേറിയറ്റോ ഹെഡ് ക്വാർട്ടേഴ്സോ ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ ഇന്ത്യയിൽ വെച്ച് നടന്നപ്പോൾ ഇതിൻ്റെ എല്ലാം ആസ്ഥാനം എന്ന് പറയുന്നത് സുഷമ സ്വരാജ് ഭവനായിരുന്നു, ന്യൂഡൽഹിയിലെ. ഇനി അടുത്തത് G20 ഉച്ചകോടി നടന്നത്. G20 ഉച്ചകോടി നടന്നത് സെപ്റ്റംബർ 9-10 തീയതികളിലായിട്ടാണ്. 2023 സെപ്റ്റംബർ 9-10 തീയതികളിലായിട്ടാണ് നടന്നത്. എവിടെ വെച്ചാണ് നടന്നത്? ഡൽഹിയിലെ പ്രഗതി മൈതാനിലെ ഭാരത് മണ്ഡപം ഇന്റർനാഷണൽ എക്സിബിഷൻ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് നടന്നത്. ഭാരത് മണ്ഡപത്തിൽ വെച്ച്, ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ചാണ് G20 ഉച്ചകോടി, ഇന്ത്യയിൽ വെച്ച് നടന്ന G20 ഉച്ചകോടി നടന്നത്. ഇവിടെ അതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി G20 ഉച്ചകോടിയുടെ മുഖ്യവേദിയായ പ്രഗതി മൈതാനത്ത് സ്ഥാപിക്കപ്പെട്ട വിഗ്രഹം. അപ്പോൾ ഈ പ്രഗതി മൈതാനത്ത് ഭാരത് മണ്ഡപത്തിന് മുമ്പായിട്ട് ഒരു നടരാജ വിഗ്രഹം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ നടരാജ വിഗ്രഹമാണ്. 28 അടി ഉയരമുള്ള നടരാജ വിഗ്രഹമാണ് അവിടെ സ്ഥാപിച്ചത്. അത് നിർമ്മിച്ചത് രാധാകൃഷ്ണ സ്ഥാപതി. ഓക്കെ, അടുത്തത് ഇന്ത്യ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ പങ്കെടുത്ത അതിഥി രാജ്യങ്ങളുടെ എണ്ണം 9. നമ്മളിപ്പോൾ G20 സമ്മിറ്റ് നടക്കുമ്പോൾ നടത്തുന്ന അല്ലെങ്കിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യത്തിന് അതിഥികളായിട്ട് മറ്റ് രാജ്യങ്ങൾ, അതായത് ഈ ഗ്രൂപ്പിൽ പെടാത്ത രാജ്യങ്ങളെ അതിഥികളായിട്ട് ക്ഷണിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇന്ത്യ ക്ഷണിച്ച രാജ്യങ്ങളുടെ എണ്ണം 9 ഏതൊക്കെയാണ് രാജ്യങ്ങൾ? ബംഗ്ലാദേശ്, ഈജിപ്റ്റ്, മൗറീഷ്യസ്, നെതർലാൻഡ്സ്, നൈജീരിയ, ഒമാൻ, സിംഗപ്പൂർ, സ്പെയിൻ, UAE. അപ്പോൾ ഈ 9 രാജ്യങ്ങളെയാണ് ഇന്ത്യ അതിഥികളായിട്ട് ക്ഷണിച്ചത്. ഇനി G20 പ്രതിനിധികൾക്ക് നൽകിയ 2 ലഘുലേഖകൾ ഏതൊക്കെയാണ്? G20 പ്രതിനിധികൾക്കായിട്ട് നൽകിയ 2 ലഘുലേഖകൾ. ഒന്ന്, ഭാരത് ദി മദർ ഓഫ് ഡെമോക്രസി, ഭാരതം ജനാധിപത്യത്തിൻ്റെ മാതാവ്. അടുത്തത്, എലക്ഷൻസ് ഇന്ത്യ, ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകൾ. ഈ 2 ലഘുലേഖകളാണ് G20 പ്രതിനിധികൾക്ക് നൽകിയത്. ഓക്കെ, അടുത്തത് G20 പ്രവർത്തന സംവിധാനത്തിൽ എത്ര ഔദ്യോഗിക ട്രാക്കുകളുണ്ട്? 2. G20
സമ്മേളനങ്ങൾ നടക്കുന്നത് 2 ട്രാക്കുകളിലൂടെയാണ്. ഔദ്യോഗികമായിട്ട് 2 ട്രാക്കുകളിലൂടെയാണ്. അനൗദ്യോഗികമായിട്ട് ഒരു ട്രാക്ക് കൂടെ ഉണ്ട്, എൻഗേജ്മെൻറ്റ് ഗ്രൂപ്പുകൾ എന്ന് പറയും. അത് ഞാൻ പറയാം. ഏതൊക്കെയാണ് ട്രാക്ക്? ധനകാര്യ ട്രാക്ക്, ഫിനാൻസ് ട്രാക്കും ഷെർപ്പ ട്രാക്കും. അപ്പോൾ ഈ ധനകാര്യ ട്രാക്കിൽ നടക്കുന്നത് ഈ പേര് പറയുന്ന പോലെ തന്നെ സാമ്പത്തിക പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ധനകാര്യ ട്രാക്കിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഷെർപ്പ ട്രാക്കിൽ സാമ്പത്തികപരമല്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ ഈ ധനകാര്യ ട്രാക്കിൽ അല്ലെങ്കിൽ ഉൾപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ അത് നേതൃത്വം നൽകുന്ന ചർച്ചയ്ക്ക് വരുന്ന ആളുകളെന്ന് പറയുന്നത് ഓരോ രാജ്യങ്ങളുടെയും ധനകാര്യ മന്ത്രിമാർ, ഫിനാൻസ് മിനിസ്റ്റേഴ്സ്, സെൻട്രൽ ബാങ്ക് ഗവർണർമാരായിരിക്കും അതിൽ ഉൾപ്പെടുന്നത്. അവർ ആഗോള സാമ്പത്തിക സന്തുലിതാവസ്ഥ, പുരോഗതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആഗോളതലത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യും. അടുത്തത് ഷെർപ്പ ട്രാക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സാമ്പത്തികപരമല്ലാത്ത മേഖലകൾ അതാണ് അവിടെ ചർച്ചയിൽ വരുന്നത്. ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം, കാർഷികം, ആരോഗ്യം, അങ്ങനെയുള്ള മേഖലകളൊക്കെയാണ് അവിടെ ചർച്ചയിൽ വരുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് എന്താ പറയുന്നത് ഒഫീഷ്യലായിട്ടുള്ള 2 ട്രാക്കുകൾ. ഇനി അൺഒഫീഷ്യലായിട്ടുള്ള ട്രാക്കും ഉണ്ട്. കാരണം ഈ 2 ട്രാക്കുകളിലും സർക്കാരിൻ്റെ, ഓരോ രാജ്യത്തിലെയും സർക്കാരിൻ്റെ പ്രതിനിധികളാണല്ലേ ഉൾപ്പെടുന്നത്. അത് മാത്രമല്ലല്ലോ, നമുക്ക് ഈ പൗരന്മാരെയും അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റിയും കൂടെ ഉൾപ്പെടുത്തണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി എൻഗേജ്മെൻറ്റ് ഗ്രൂപ്പുകളുണ്ട്. ഈ പറഞ്ഞ ഓരോ മേഖലകളിലെയും പ്രൈവറ്റ് ആയിട്ടുള്ള എക്സ്പേർട്സ്, പ്രൈവറ്റ് മേഖലകളിൽ നിൽക്കുന്ന എക്സ്പേർട്സൊക്കെ ഉൾപ്പെടുന്ന ഒരു സമ്മേളനങ്ങളാണ് എൻഗേജ്മെൻറ്റ് ഗ്രൂപ്പുകളിലൂടെ നടക്കുന്നത്. അത് അനൗദ്യോഗികമായിട്ടുള്ള ട്രാക്കാണ്. അപ്പോൾ ഫിനാൻസ് ട്രാക്ക്, ധനകാര്യമന്ത്രിമാരും സെൻട്രൽ ബാങ്ക് ഗവർണർമാരും ഇതിന് നേതൃത്വം നൽകുന്നു. ഷെർപ്പ ട്രാക്കോ? ഷെർപ്പ ട്രാക്ക് എന്ന് പറയുന്നത് അംഗരാജ്യത്തിൻ്റെ നേതാവിൻ്റെ പ്രതിനിധിയാണ് ഷെർപ്പ. ആരാണ് ഷെർപ്പ? അംഗരാജ്യത്തിൻ്റെ നേതാവിൻ്റെ, ഇപ്പോൾ ഇന്ത്യയിൽ എന്താണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ പ്രതിനിധിയാണ് ഷെർപ്പ എന്ന് പറയുന്നത്. അപ്പോൾ അംഗരാജ്യത്തിൻ്റെ നേതാവിൻ്റെ പ്രതിനിധിയാണ് ഷെർപ്പ. ഷെർപ്പകളാണ് ഈ ട്രാക്ക് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ G20 സബ്മിറ്റ്, ഇന്ത്യയിൽ വെച്ച് നടന്ന G20യുടെ ഷെർപ്പ ആരായിരുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അമിതാഭ് കാന്ത് ആണ്. അമിതാഭ് കാന്ത് IAS ആയിരുന്നു, മുൻ IAS ആണ്. അദ്ദേഹമായിരുന്നു എന്താ പറയുന്നത് ഇന്ത്യയിൽ വെച്ച് നടന്ന G20 ഉച്ചകോടിയുടെ ഷെർപ്പ. ഇപ്പോൾ അമിതാഭ് കാന്തിനെ പറ്റി പറയുകയാണെങ്കിൽ നീതി ആയോഗിൻ്റെ മുമ്പത്തെ CEO ആയിരുന്നു, മുൻ CEO ആയിരുന്നു അമിതാഭ് കാന്ത്. ഫസ്റ്റ് ഷെർപ്പ മീറ്റിംഗ് നടന്നത് ഉദയ്പൂരിൽ വെച്ചാണ്. ഡിസംബർ 4 മുതൽ 7 വരെയുള്ള തീയതികളിലായിട്ടാണ് ആദ്യത്തെ ഷെർപ്പ മീറ്റിംഗ് നടന്നത്. രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗ് നടന്നത് കുമരകം, നമ്മൾ പഠിച്ചതാണ്, കുമരകത്ത് വെച്ചാണ് രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗ് നടന്നത്. മാർച്ച് 30 തൊട്ട് ഏപ്രിൽ 2 വരെ ഉള്ള തീയതികളിലായിട്ടാണ് രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗും നടന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട G20 ആയിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. അപ്പോൾ ഈ ഫാക്റ്റുകളും കൂടെ നിങ്ങൾ വിശദമായിട്ടൊന്ന് നോക്കി വെച്ചേക്കുക. അതുകൂടാതെ നേരത്തെ ഇപ്പോൾ ഈ വർഷം വന്ന പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു G20 ആയിട്ട് ബന്ധപ്പെട്ടുള്ള. അപ്പോൾ ആ ചോദ്യങ്ങളുടെ പാറ്റേണിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പലതും പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏകദേശം G20 ആയിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ ഇൻഡെപ്ത് ആയിട്ടൊന്നും ഒരു ക്വസ്റ്റ്യനകത്തും ചോദിച്ചിട്ടില്ലായിരുന്നു അല്ലേ, ഇൻഡെപ്ത് ആയിട്ടൊന്നും പോയിട്ടില്ല. പക്ഷേ G20യുടെ ഒരു പൊതുവായിട്ട് അറിയേണ്ട ഫാക്റ്റുകളെല്ലാം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഉത്തരങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളിത് പ്രത്യേകം നോക്കി വെച്ചേക്കുക. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ മറ്റൊരു ഭാഗവുമായിട്ട് വീണ്ടും കാണാം.